ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരും മുഖ്യകണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇഡിയുടെ ചോദ്യമുനയിലേക്ക്. കണ്ഠരര് രാജീവർക്ക് ഇന്ന് ഹാജരാകാനാണ് സമൻസ് നൽകിയിരിക്കുന്നത്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം കമ്മീഷണറുമായിരുന്ന എൻ വാസുവിനെ ഇഡി ഇന്നലെ ചോദ്യം ചെയ്തിരുന്നു. തനിക്കെതിരായ ആരോപണങ്ങൾ നിഷേധിച്ച വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. തന്റെ അറിവോടെയല്ല കട്ടിളപ്പാളി കൊടുത്തുവിട്ടതെന്ന മൊഴി ഇഡിക്ക് മുന്നിലും ആവർത്തിക്കുകയായിരുന്നു എൻ വാസു. കട്ടിളപ്പാളി കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട രേഖകൾ മുൻനിർത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. ഇടത് സഹയാത്രികനും CPM വിശ്വസ്തനുമായ എൻ വാസു ദേവസ്വം കമ്മീഷണറായിരിക്കുമ്പോഴും ദേവസ്വം ഭരണത്തിൽ പ്രസിഡന്റിനേക്കാൾ കരുത്തനായിരുന്നു. 2018 കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശാൻ കൊടുത്തുവിട്ട രേഖകളിൽ സ്വർണം പൊതിഞ്ഞ പാളികളെ ചെമ്പുപാളികളെന്ന് രേഖപ്പെടുത്തിയത് എൻ വാസുവാണെന്നാണ് SITയുടെ കണ്ടെത്തൽ. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാമ്പത്തിക ഇടപാടുകളിലാണ് ഇഡി വ്യക്തത വരുത്താനൊരുങ്ങുന്നത്. കവർച്ചയിൽ പങ്കാളിത്തമുണ്ടെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകളൊന്നും SITക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ ദുരൂഹമായ ചില നിക്ഷേപങ്ങളിൽ തന്ത്രി വ്യക്തത വരുത്തേണ്ടി വരും. ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ 2,05 ലക്ഷം രൂപ സ്വന്തം പേരിലും 62 ലക്ഷം രൂപ ഭാര്യയുടെ പേരിലും നിക്ഷേപിച്ചതായി കണ്ടെത്തിയിരുന്നു. നിക്ഷേപങ്ങളിലും സാമ്പത്തിക സ്രോതസ്സുകളിലും കൃത്യമായ മറുപടികൾ നൽകാനായാൽ തന്ത്രിയെ ഇഡി കേസിലെ പ്രധാന സാക്ഷിയാക്കിയേക്കും. കേസിലെ മുഖ്യകണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇനി ചോദ്യം ചെയ്യാനുള്ള മറ്റൊരാൾ. ജനം, കൊച്ചി.